നമസ്കാരം. ഷിരൂർ ഗംഗാവാലിയെക്കുറിച്ച് വിശദമായ ഒരു കുറിപ്പുമായി റോഡ് സേഫ്റ്റി ഓഡിറ്ററായ സുബിൻ ബാബു. ഷിരൂരിലെ രക്ഷാദൗത്യവുമായി ബന്ധപ്പെട്ട് ഷിരൂർ ഗംഗാവാലി എന്താണ് എന്നും ഇതിനൊപ്പം രക്ഷാപ്രവർത്തനത്തിന് വേണ്ടത് എന്താണ് എന്നും കൃത്യമായി തന്നെ പറഞ്ഞു തരികയാണ് അദ്ദേഹം. സുബിൻ ബാബുവിന്റെ പോസ്റ്റ് ഇങ്ങനെയാണ്: ഷിരൂർ ഗംഗാവാലി എഴുതാൻ പലതവണ എടുത്തിട്ടും ഒഴിവാക്കിയതാണ്. എങ്കിലും നിലവിലെ ചർച്ചകളും ഫേസ്ബുക്ക് ബഹളങ്ങളും കണ്ടിട്ട് എഴുതാതെ പോകവയ്യ. NH-66 നിർമ്മിക്കാൻ ഏറെ ബുദ്ധിമുട്ട് നേരിട്ട ഭാഗങ്ങളിൽ പ്രധാനിയാണ് ഈ സ്ട്രെച്ച്. ചെങ്കുത്തായ മലനിര ഒരു വശത്തും അത് മുറപ്പുള്ള പാറയുടെ സാന്നിധ്യം പൊതുവെ കുറഞ്ഞ വെള്ളപ്പാറകൾ ചെമ്മണ്ണിൽ പൊതിഞ്ഞ ഉയർന്ന മലനിരകളാണിവിടെ. 289 മീറ്ററാണ് മലയുടെ പീക്ക് പോയിന്റിന്റെ പൊക്കം. എന്നാൽ മറുവശത്തോ മിക്കപ്പോഴും കര കവിയുന്ന ഏതാണ്ട് 150 മീറ്റർ മുതൽ 485 മീറ്റർ വരെ വിസ്തൃതിയിൽ പല ഭാഗത്തും ഒഴുകുന്ന ഗംഗാവാലി നദി. അപകടം നടന്ന ഭാഗത്ത് 209 മീറ്ററാണ് സ്വാഭാവിക നദിയുടെ വീതി. എന്നാൽ അപകടം നടന്ന സമയങ്ങളിൽ ഈ വീതി 252 മീറ്റർ വരെ ആയിട്ടുണ്ടായിരുന്നു. നദിയുടെ സ്വാഭാവികമായ നിരപ്പിൽ നിന്നും ആദ്യത്തെ തട്ടിലെ റോഡ് 11 അടി പൊങ്ങിയാണ് നിൽക്കുന്നത്. രണ്ടാമത്തെ പുതിയ റോഡ് ആദ്യ റോഡിൽ നിന്നും ഏതാണ്ട് 9 അടി ഉയർന്നു നിൽക്കുന്നു. ഇടയ്ക്ക് മലയുടെ അവശേഷിക്കുന്ന ഭാഗം അങ്ങനെ തന്നെ നിൽപ്പുണ്ട്. ഈ റോഡിന്റെ അരികിലായി നിൽക്കുന്ന മല 289 മീറ്റർ പൊക്കത്തിൽ ഏതാണ്ട് വളരെ ചെറിയ ചെരുവിൽ ഏതാണ്ട് ചെങ്കുത്തായി നിൽക്കുന്നു. ഈ മലയുടെ ഏതാണ്ട് 190 മീറ്റർ മുകളിൽ നിന്നാണ് മഴയിൽ കുത്തനെ മലയിടിച്ചിൽ നടന്നത്. ശരവേഗത്തിൽ ടൺ കണക്കിന് പാറയും വെള്ളവും മൺകൂനയും അതിശക്തമായി പതിച്ചു. ഏതാണ്ട് 150 മീറ്ററോളം പുതിയ റോഡിനെ മൂടിക്കൊണ്ട് താഴത്തെ റോഡ് മുറിച്ചുകൊണ്ടാണ് നദിയിലേക്ക് പതിച്ചത്. ഒപ്പം 17,500 കിലോ LPG ലോഡുമായി വന്ന് ആ ഭാഗത്ത് പാർക്ക് ചെയ്തിരുന്ന ഏതാണ്ട് 22 ടണ്ണോളം വരുന്ന 2 ബുള്ളറ്റ് ടാങ്കറുകൾ അടിച്ച് തെറിപ്പിച്ച് നദിയിലേക്ക് എറിഞ്ഞു. നദിയിൽ ഏതാണ്ട് 5 മീറ്ററോളം പൊക്കമുള്ള ഒരു കൂനയും ഉണ്ടാക്കി. ഇതാണ് വാക്കുകളിൽ പറഞ്ഞാൽ ഏതാണ്ട് മലയിടിച്ചിലിന്റെ തീവ്രത. ടാങ്കറുകൾ കണ്ടെടുത്തപ്പോൾ ആ ഭാഗത്തെങ്ങും തന്നെ ലോറി കണ്ടില്ല എന്നതാണ് ലോറി ഒലിച്ചു പോയില്ല എന്ന നിഗമനത്തിലേക്കുള്ള ഏക ചൂണ്ടുവിരൽ. അതിനും ഉറപ്പ് പറയാനാകില്ല. നീളം കുറഞ്ഞ ഉരുളൻ തടികൾ കുറുകെ കയറ്റി കെട്ടിമുറുക്കിയാണ് വാഹനത്തിലെ ലോഡ് എന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. ദയവ് ചെയ്ത് വണ്ടിയുടെ ലോഡും വണ്ടിയുടെ ബ്രാൻഡും പറഞ്ഞ് അമിതമായി പൊലിപ്പിക്കരുത്. 190 മീറ്റർ ഉയരത്തിൽ നിന്ന് 1 കിലോയുള്ള ഒരു കല്ല് വീണാൽ തീവ്രത ഏതാണ്ട് 1862 ജൂൾസ് ഉണ്ടാകും. ഇനി 1 ടൺ ഭാരമുള്ള വസ്തു വീണാൽ താഴെ എത്തുമ്പോഴുള്ള ഊർജം എത്രയാകും? 18,62,000 ജൂൾസ് ഉണ്ടാകും. അത് അപ്പോഴാണ് ടൺ കണക്കിന് ഭാരമുള്ള വസ്തുക്കൾ ഈ ഉയരത്തിൽ നിന്നും വന്ന് പതിച്ചപ്പോൾ ലോറിയുടെ ബ്രാൻഡും ഭാരവും ചേർത്ത് ക്ലീഷേ കഥകൾ നാം മെനഞ്ഞു പറയുന്നത്. ബുള്ളറ്റ് ടാങ്കർ പോലെ വെള്ളത്തിൽ ഇത് പൊങ്ങിക്ക് നിൽക്കില്ല. ചെളിയിൽ പുതയുമെന്നുള്ള സാധ്യത കൂടി പരിഗണിച്ചേ മതിയാകൂ. അടുത്ത കഥ AC ഉള്ളതുകൊണ്ടൊക്കെയാണ് എന്നാണ്. ഓക്സിജൻ ഇല്ലാതെ എഞ്ചിൻ പ്രവർത്തിക്കുമോ? പുക എങ്ങോട്ട് പോകും? ഇതൊന്നുമില്ലാതെ AC പ്രവർത്തിക്കുമോ? കഷ്ടമാണ് മീഡിയയിൽ ഇങ്ങനെയൊക്കെ പറയുന്നത്. പിന്നെ രക്ഷാപ്രവർത്തനം, അത് ഇന്ത്യയിലെ ഏറ്റവും സാക്ഷര സമ്പന്നതയുള്ള കേരളത്തിലെ പോലെ ഇന്ത്യയിൽ മറ്റൊരു സ്റ്റേറ്റിലും നോക്കരുത് എന്നുള്ള ബാലപാഠം ഇനിയെങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒപ്പം ഇത്രയും പറഞ്ഞു എന്ന് വെച്ച് കേരളം ഇക്കാര്യത്തിൽ ഏതോ വലിയ സംഭവമാണ് എന്ന് ദയവ് ചെയ്ത് തെറ്റിദ്ധരിക്കുകയും അരുത്. വാസ്തവം അതല്ല. എമ്പതി കൂടുതൽ കാണിക്കും. ഒറ്റക്കെട്ടായുള്ള അറിവിൽ പൊരുതും. ഏറെ ദൂരം നമുക്ക് മെച്ചപ്പെടേണ്ടതുണ്ട്. പിന്നെ ഇവിടുത്തെ പോലെ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം മാത്സര്യം അത്ര തീവ്രമല്ല മറ്റു പല സ്റ്റേറ്റുകളിലും. ഓരോ സ്റ്റേറ്റും അവരുടെ രീതിയിൽ അവരുടെ സിസ്റ്റം അനുസരിച്ച് ചെയ്യും. നമ്മളും അങ്ങനെ തന്നെയാണ് എന്നോർക്കുക. ഈ കാര്യത്തിൽ അല്പം കൂടി മുന്നിലാണ് എന്ന് പറയാനുള്ളൂ. ബാക്കി മിക്കതിലും ലോക തോൽവിയുമാണ് നമ്മൾ. അതിശക്തമായ കാറ്റും മഴയും തുടർന്ന് ഉരുൾപൊട്ടൽ, മലയിടിച്ചിൽ, വെള്ളപ്പൊക്ക സാധ്യത നിലനിൽക്കുന്നു എന്നത് ആദ്യ 2 ദിവസങ്ങളിൽ കാര്യമായ തടസ്സങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. എങ്കിലും തുടക്കത്തിലെ അലസ മനോഭാവം എടുത്തു പറയേണ്ടത് തന്നെയാണ്. റോഡിന്റെ വളവുള്ള ഈ ഭാഗത്തെ റോഡ് അലൈൻമെന്റ് പോലും തിരിച്ചറിയാൻ സാധിക്കാത്ത വിധം എല്ലാം മൂടപ്പെട്ടിരുന്നു. കേരളീയൻ ഇവിടുത്തെ മലയിടിച്ചിൽ വെച്ച് അവിടെ നടന്നത് മനസ്സുകൊണ്ട് കണക്ക് കൂട്ടരുത്. ആനയും ആടും തമ്മിലുള്ള വ്യത്യാസം പോലെ ഭീകരമാണ് അവിടെ നടന്നത്.
ഒരു നാടൻ ബോംബും ആറ്റൻ ബോംബും പൊട്ടുന്ന വ്യത്യാസമുണ്ട് അതിൽ. രഞ്ജിത്ത് പോയിട്ട് അദ്ദേഹവും നേരിട്ട് അത് കണ്ട് മനസ്സിലാക്കിയതാണ്. ഇപ്പോൾ ആ ലൈനിൽ തന്നെ പുള്ളി സംസാരിക്കുന്നുമുണ്ട്. അത് കേട്ടാലും നമുക്ക് തൃപ്തി കിട്ടുന്നില്ല. വൈബ്രേഷൻ ലോഡിംഗ് കുറച്ചുകൊണ്ടേ അവിടെ റിക്കവറി സാധ്യമാക്കാൻ കഴിയും. അപ്പോൾ നമ്മൾ ആശിക്കുന്നത് പോലെ 500 JCB കൊണ്ടുവന്ന് ഒറ്റയടിക്ക് ഒന്നും ചെയ്യാനൊന്നും കഴിയില്ല. ഇതിനേക്കാൾ ഭീമമായ മണ്ണിടിച്ചിലിന് അത് വഴിയൊരുക്കും. മലയിടുക്കുകളായതിനാൽ വാഹനങ്ങളുടെ എഞ്ചിൻ വൈബ്രേഷൻ തന്നെ നല്ല പ്രകമ്പനമുണ്ട്. ഈ ഭാഗത്ത് വാഹനം ഓടിക്കുന്നവർക്ക് അത് അറിവുള്ളതുമാണ്. GPS സംവിധാനം തരുന്ന സിഗ്നൽ മിനിമം 4 സാറ്റലൈറ്റുകളുടെ കവറേജ് ആ ഭാഗത്ത് നിന്നും ഒരു വാഹനത്തിന്റെ GPS-ൽ കിട്ടിയാലേ ഏതാണ്ട് 20 മിനിറ്റ് അക്യുറസിയിലെങ്കിലും റീഡിംഗ് കിട്ടും. അതും നല്ലൊരു ബ്രാൻഡ് മൊഡ്യൂളാണ് ഉപയോഗിക്കുന്നത് എങ്കിൽ മാത്രം. അതും മണ്ണ് വീണതോടെ അതിന്റെ പ്രവർത്തനം നിന്നു. ഫ്ലാറ്റ് ടൈപ്പ് ഗ്രൗണ്ട് പെനിട്രേറ്റിംഗ് റഡാറാണ് ഉപയോഗിക്കാൻ കഴിയുക. കാരണം അതിന് മാത്രമേ വാഹനത്തിന്റെ ഏതാണ്ട് രൂപരേഖയോടെ മണ്ണിനടിയിൽ കിടക്കുന്നത് തിരിച്ചറിയാനൊക്കൂ. ഏതെങ്കിലും ഒരു മെറ്റൽ സാന്നിധ്യം നോക്കിയിട്ട് കാര്യമില്ലല്ലോ. ഏതാണ്ട് വാഹനത്തിൻ്റെത് എന്നുറപ്പിക്കണമെങ്കിൽ ഇത് ഉപയോഗിക്കണം. പക്ഷെ ഇതിന് പരിമിതിയുണ്ട് എന്നറിയുക. ഫ്ലാറ്റ് അത്യാവശ്യം ഉറപ്പുള്ള ബേസിൽ വെച്ച് ഓപ്പറേറ്റ് ചെയ്താൽ മാത്രമേ അല്പമെങ്കിലും ക്ലാരിറ്റിയിൽ നിഗമനം നടത്താനാകൂ. അത് കാരണം ഇത് ഓപ്പറേറ്റ് ചെയ്യിക്കാൻ പറ്റിയ സ്ഥലം ഒരുക്കി വേണം നീങ്ങാൻ. അതും ഇതിനായി ധൃതിയിൽ പരിശ്രമിക്കുമ്പോൾ കൂടുതൽ അപകടം വരുത്താനും ഇടവരുത്തും. അങ്ങനെ അപകടം ഉണ്ടാവുന്നില്ല എന്ന് 100% ഉറപ്പുണ്ടാക്കി മാത്രമേ മുന്നോട്ട് ഒരു ഇഞ്ച് പോലും നീങ്ങാനാകൂ. ഇതൊന്നും ഇതുപോലെ വലിയൊരു കുന്നിടിഞ്ഞു കിടക്കുന്നിടത്ത് എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു കാര്യമല്ല. ഒരു സർജൻ ഓപ്പറേഷൻ തിയേറ്ററിൽ രോഗിയുടെ ദേഹം ഒറ്റയടിക്ക് ശരീരത്തിലെ എല്ലാ ലെയറുകളെയും മുറിയുന്ന ബലത്തിൽ മുറിവുണ്ടാക്കി പെട്ടെന്ന് സർജറി ചെയ്തു തീർത്താൽ എങ്ങനെയിരിക്കും? എങ്കിൽ എളുപ്പമല്ലായിരുന്നു സർജറി. ഇപ്പോൾ നടക്കുന്നതിന്റെ 10 മടങ്ങ് വേഗത്തിൽ ആ സർജറി അങ്ങ് തീർന്നേനെ. 5-10 മണിക്കൂറുകൾ സർജറി ടീമും രോഗിയുടെ വീട്ടുകാരുമൊക്കെ ടെൻഷനും സ്ട്രെസ്സും അടിക്കേണ്ട കാര്യമുണ്ടായിരുന്നില്ലല്ലോ. രോഗിക്ക് അത്രയും മണിക്കൂറുകൾ ഏറ്റവും റിസ്ക് ഉള്ള അനസ്തേഷ്യ നൽകി റിസ്ക് നീട്ടേണ്ടതുണ്ടോ? ഒറ്റയടിക്ക് വേണ്ട ആഴത്തിൽ നമ്മൾ കോഴിയെ മുറിക്കും പോലെ മുറിവിടുന്നു. സ്പീഡിൽ അവിടുത്തെ പ്രശ്നം പരിഹരിക്കുന്നു. എല്ലാം കൂടി ചേർത്ത് വെച്ച് തുന്നുന്നു. സർജറി ശുഭം. അങ്ങനെ പോരായിരുന്നോ? എന്തേ സാധ്യമാകില്ലേ? ഇല്ല, ഒരിക്കലും സാധ്യമല്ല. ചർമ്മത്തിൽ തുടങ്ങി ദേഹത്തെ ഓരോ ലെയറിനെയും ഭേദിക്കാൻ വേണ്ട അളവിൽ വ്യത്യസ്തമായ മർദ്ദം നൽകി സാവധാനം മുറിവുണ്ടാക്കി തുറന്ന് അകത്ത് കടന്ന് പ്രശ്നം പരിഹരിച്ച് തിരികെ അതുപോലെ ഓരോ ലെയറും സീൽ ചെയ്ത് പുറമേ എത്തി രോഗി പൂർണ്ണ ബോധത്തിലെത്തി യൂറിനും പോയി കഴിയുമ്പോൾ മാത്രമേ സർജറി അവിടം വരെ പോലും വിജയിക്കുന്നുള്ളൂ. അതുപോലെ തന്നെയാണ് ദുരന്ത നിവാരണവും. ഇതൊക്കെ പറഞ്ഞാൽ എന്നെ കുരിശിൽ കയറ്റും. എങ്കിലും ഉള്ളത് പറഞ്ഞതേയുള്ളൂ. പിന്നെ ശിരൂരിലെ സംവിധാനങ്ങൾ, പോലീസ്, ഗവൺമെന്റ് ഒക്കെ ഒട്ടും തന്നെ തുടക്കത്തിൽ വേണ്ട ഉത്സാഹം കാണിച്ചിട്ടില്ല എന്നത് കുറച്ചൊക്കെ വാസ്തവം തന്നെയാണ്. അല്ല, അല്പം കൂടി ഊർജിതം ആക്കാമായിരുന്നു അവർക്ക്. മാധ്യമങ്ങൾ റിപ്പോർട്ട് വന്നു തുടങ്ങിയത് തുടക്കത്തിൽ ഒരു പക്ഷേ ഉപകരിച്ചിരിക്കണം. പിന്നെ അടുത്തത് മാധ്യമങ്ങളെ അടുപ്പിച്ചില്ല എന്നതും. മനാഫിനും ക്യാമറമാനും ഒക്കെ പോലീസ് വക പിടിച്ച് തള്ളു കിട്ടിയതും. അതേപ്പറ്റി പറഞ്ഞാൽ കേരളത്തിൽ ഒരു സെൻസിറ്റീവ് വിഷയം നടന്നാൽ അന്യ സംസ്ഥാനങ്ങളുടെ മാധ്യമങ്ങളെ സ്വാഗതം ചെയ്യുന്ന സമീപനം ഉണ്ടാകുമോ? ഒരിക്കലുമില്ല. ഇത്രയും അപകട സാധ്യതയുള്ളിടത്ത് പൊതുജനത്തെയോ മാധ്യമത്തെയോ സ്വതന്ത്രമായി വിടാൻ കഴിയുമോ? ഇല്ല. അവിടുത്തെ സെൻസിറ്റീവ് വിഷയങ്ങൾ കേരളത്തിൽ വലിയ വാർത്തയാകുന്നത് അറിഞ്ഞുകൊണ്ട് അവർ അനുവദിക്കുമോ? ഇല്ല. നമ്മൾ പ്രബുദ്ധർ എന്നല്ലേ സ്വയം വിശേഷിപ്പിക്കുന്നത്. നമ്മളാണെങ്കിൽ അത് ചെയ്യുമോ? ഇല്ല. എന്ത് വില കൊടുത്തും അവരെ തടയും. അതിവിടെയും നടന്നു. അവർ വെച്ചിരിക്കുന്ന കൺട്രോൾ ലൈൻ മറികടക്കാൻ നോക്കിയപ്പോൾ അവർ ബലം പ്രയോഗിച്ചു. പിന്നെ അല്പം നയപരമാകാമായിരുന്നു. പക്ഷെ അത് അവിടെയുള്ള നിയമപാലകരുടെ സ്വഭാവം പോലെയിരിക്കും. അല്ലെങ്കിൽ അവിടുത്തെ തർക്ക സാഹചര്യം പോലെയിരിക്കും. രഞ്ജിത്തിനോട് സർട്ടിഫിക്കറ്റ് ചോദിച്ചു എന്നതാണ് മറ്റൊരു പ്രശ്നം. അതിലെന്താണ് തെറ്റ്? അങ്ങനെയെങ്കിൽ ആരെയും കയറ്റിവിട്ടുകൂടെ? ഇനി ഇതുപോലെ എല്ലാവരെയും കയറ്റിവിട്ട് പെട്ടെന്ന് മറ്റൊരാപത്ത് വന്നാൽ അപ്പോൾ നമ്മൾ എന്തു പറയും? അവർ ചെയ്തത് ശരിയെന്ന് ചർച്ച നടത്തുമോ? ഒരിക്കലുമില്ല. അപ്പോൾ നേരെ തിരിച്ചും പറയും. വാദി പ്രതിയാകും. അതാണ് നമ്മൾ. ഇവിടെ പോലീസുകാരെ എന്തെങ്കിലും തർക്കത്തിന് ജനം ലൈവ് റെക്കോർഡ് ചെയ്താൽ ഉടനെ മൊബൈൽ കാക്കിയുടെ ബലത്തിൽ പിടിച്ചു വാങ്ങി എറിഞ്ഞു പൊട്ടിക്കുന്ന സംഭവം എത്രയോ ഉണ്ട്. ഞാനാണ് ഈ സ്ഥാനത്ത് എങ്കിൽ ഞാനും ആദ്യം ഈ സ്ഥലം കൺട്രോൾ ലൈൻ ഫിക്സ് ചെയ്ത് പ്രവേശനം വിലക്കിയ ശേഷം മാത്രമേ ഒരു ഇഞ്ച് പോലും മുന്നോട്ട് പോകൂ. ഇവിടെ മീഡിയ ഇത് നല്ലതുപോലെ പൊലിപ്പിക്കുന്നുണ്ട്. അത് ഒഴിവാക്കാമായിരുന്നു. നഷ്ടം ആ കുടുംബത്തിന് മാത്രമാണ്.
പിന്നെ ഡ്രൈവർ ആയാലും ഒരു ജീവി ആയാലും എല്ലാ ജീവനും വിലപ്പെട്ടതാണ്. ഒരു വയലൻസ് സീനിൽ നീക്കുമ്പോൾ ഒരു പക്ഷേ ഉദ്യോഗസ്ഥന് വാക്കുകൾ പിഴച്ചതാകാം. എങ്കിലും ഒരു ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അത് വലിയ തെറ്റ് തന്നെയാണ്. നമുക്കത് കേട്ടറിവ് മാത്രമാണ്, തെളിവില്ല എന്നതും യാഥാർത്ഥ്യമാണ്. മലയാളികൾ ഇതിനെ വല്ലാണ്ടങ്ങ് ഓവറാക്കുന്നുണ്ട്. പ്രകൃതി പിണങ്ങിയാൽ വലിയ ആപത്തുകൾ ഉണ്ടാകും. എത്ര കണ്ട് ശാസ്ത്രം പുരോഗമിച്ചാലും ചന്ദ്രനിൽ നമ്മൾ പോകുന്ന ടെക്നോളജി ഉണ്ടായാലും മണ്ണിനടിയിൽ വെള്ളത്തിനടിയിൽ എത്തിപ്പെടുന്നത് ഏറെ ശ്രമകരം തന്നെയാണ്. ആമയിഴഞ്ചാൻ തോടിൽ വീണ ജോയ് ചേട്ടനെ നമ്മൾ രാവും പകലും ഒരേ മനസ്സോടെ തപ്പി. മലയാളി പൊളിയാണ് എന്ന് പറയുമ്പോഴും ഓർക്കുക, നമ്മൾ കണ്ടുപിടിക്കാൻ പരമാവധി ശ്രമിച്ചു എന്നത് സത്യമാണ്. പക്ഷേ കണ്ടുകിട്ടിയതോ 3-ാം നാൾ. നമ്മൾ മനസ്സിൽ പോലും പ്രതീക്ഷിക്കാത്ത മറ്റൊരു ഭാഗത്ത് ബോഡി പൊങ്ങിയ ശേഷം മാത്രം. അപ്പോൾ നമ്മുടെ രക്ഷാപ്രവർത്തനം ഏറ്റവും പ്രൗഢമെന്നൊന്നും പറയാൻ ഇവിടെ കഴിയില്ല. ഒരേ മനസ്സോടെ നമ്മൾ നമ്മുടെ ഊഹം വെച്ച് പ്രവർത്തിച്ചു എന്നതാണ് സത്യം. ബോഡി കിട്ടി, അതോടെ തപ്പലും തീർന്നു, മാലിന്യം വാരലും തീർന്നു. നമ്മൾ അടുത്ത വിഷയം തപ്പി ഓടി. അർജുൻ എന്ന ആ സഹോദരൻ ജീവന്റെ തുടിപ്പോടെ മടങ്ങി വരുന്നത് കാത്ത് ഞാനും നിങ്ങളെപ്പോലെ ഇരിക്കുന്നു. ഈ വിഷയത്തിൽ ആദ്യ ദിവസങ്ങളിൽ അലംഭാവമുണ്ടായി എന്ന് പറയുമ്പോഴും അവിടുത്തെ രീതി നമ്മൾ കേരളവുമായി താരതമ്യം ചെയ്ത് നോക്കിയത് കൊണ്ട് മാത്രമാണത്. ആദ്യ ദിവസങ്ങളിൽ കാലാവസ്ഥ തീരെ അനുകൂലമായിരുന്നില്ല. ആ സ്ഥലത്ത് തമ്പടിച്ചൊന്നും ചെയ്യാൻ പറ്റിയ ഒരവസ്ഥയുമായിരുന്നില്ല. അത് കണ്ടിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ജനങ്ങൾ ആ തീവ്രത മനസ്സിലാക്കിയേനെ. ക്യാമറയുടെ ലിമിറ്റഡ് ഫ്രെയിമിൽ കണ്ട് തെറ്റായി വിലയിരുത്തരുത്. പിന്നെ ദുരന്ത നിവാരണത്തിൽ സാക്ഷരതയിൽ എന്ന പോലെ തന്നെ അവർ നമ്മളെക്കാളല്ല പുറകിലാണ് എന്നുള്ളത് തന്നെയാണ് വസ്തുത. നമ്മൾ സ്വപ്നത്തിൽ പോലും കണ്ടിട്ടുള്ള ലാൻഡ് സ്ലൈഡും അല്ല അവിടെ നടന്നത്. അതിഭീകരമായ ഒന്നാണ്. അതിനേക്കാൾ അവിടം പരിസ്ഥിതി ലോലമായതുകൊണ്ട് റിക്കവറി ഏറെ ശ്രമകരവുമാകും, സമയം കവരുന്നതുമായിരിക്കും. ആ സമയത്ത് നിർത്തിവെക്കുന്നത് ഇതൊക്കെ കൊണ്ടാണ്. ഇനി നമ്മുടെ മലയോര മേഖലകളിലൊക്കെ ഈ സ്ഥിതിഗതി ഇത്ര തീവ്രമല്ലെങ്കിലും എപ്പോൾ വേണമെങ്കിലും വരാം. വാഹനം ഓടിക്കുന്നവർ അറിയുക, മിക്ക റോഡുകളും ഒരു വശം ചെങ്കുത്തായ മലയും ഇപ്പുറം താഴ്വരയും ഒക്കെയാകാം. ഇത്തരം സ്ഥലങ്ങളിൽ മല വരുന്ന വശത്ത് റോഡിലാണെങ്കിൽ കൂടി ആ സൈഡിൽ മഞ്ഞ വരയാണെങ്കിൽ കൂടി ഒരു കാരണവശാലും വാഹനം അവിടെ നിർത്തി വിശ്രമിക്കരുത്. ഏത് നിമിഷവും അപകടം വന്നേക്കാം. പുനലൂർ പാലോട് ഹൈവേയിലൊക്കെ സ്ഥിരം ഈ കാഴ്ച കാണാറുണ്ട്. കുത്തനെ മലയെ വെട്ടിയെരിഞ്ഞ് നിർത്തിയിരിക്കുകയാണ് പലയിടത്തും. റോഡുണ്ടാക്കി വെച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. ചിലവ് കുറയ്ക്കാൻ ഇവിടെ എങ്ങും റിറ്റൈനിങ് വാൾ കെട്ടാറുമില്ല. വലിയ അപകട സാധ്യതകൾ സമീപഭാവിയിൽ ഇവ വിതയ്ക്കും. ഇവിടെയും ഈ അപകടം പറ്റിയത് അങ്ങനെയാണ്. സ്ഥലമുള്ളിടത്തും മാത്രം വാഹനങ്ങൾ നിർത്തും. സ്വാഭാവികമായി കടകൾ വരും. പ്രകൃതിയെ തലങ്ങും വിലങ്ങും ക്ഷമത പോലും നോക്കാതെ വെട്ടിമുറിച്ച് റോഡുണ്ടാക്കി. മുറിച്ചെടുത്ത് പിന്നെ അപകട സാധ്യത ഉണ്ടാക്കാതിരിക്കാൻ റിട്ടൈനിങ് വാൾ കെട്ടുകയോ മറ്റു മാർഗങ്ങൾ എടുക്കുകയോ ചെയ്യേണ്ടത് ചെലവ് ചുരുക്കൽ മാത്രമാണ്. നമ്മുടെ നാട്ടിൽ ഇത് റോഡ് സൈഡിൽ ഇനി കാണാൻ കിടക്കുന്നതേയുള്ളൂ. അർജുൻ ജീവിതത്തിലേക്ക് മടങ്ങി വരുന്നതും പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ. ഒപ്പം രക്ഷ കിട്ടാൻ നേരിയ സാധ്യതയുണ്ടാകുന്നു എങ്കിൽ കൂടി ചുറ്റുപാട് ഇരുട്ടിൽ ഓക്സിജൻ പോലും നേരിയ അളവിലുള്ളിടത്ത് ഒറ്റപ്പെട്ടു പോയ ആളുടെ ആങ്സൈറ്റി മരണത്തിലേക്ക് നയിക്കാതെ ഇരിക്കണമെങ്കിൽ അത്ര അമാനുഷികമായ മനക്കരുത്ത് ഉണ്ടെങ്കിൽ മാത്രമേ കഴിയൂ. അതൊക്കെ സാധ്യമാകട്ടെ എന്ന് പ്രത്യാശിക്കുന്നു. അതല്ലാതെ എന്താണ് പറയുക? കണ്ണടച്ച് 5 മിനിറ്റ് ഇരുന്ന് നോക്കിയാൽ അറിയാം നമ്മുടെ മനസ്സിന്റെ ഉൾഭയം. ഈ സംഭവം എനിക്ക് വന്നാലും എൻ്റെ കുടുംബത്തിൽ ആർക്ക് വന്നാലും ഇതേ വേദന മനസ്സിലുണ്ടാകും. ഒപ്പം യാഥാർത്ഥ്യമെന്ന ബോധവും വേദനാജനകമെങ്കിലും ഉൾക്കൊണ്ടേ മതിയാകൂ. കണ്ടെത്തും വരെ ശ്രമകരമായി പൊരുതുക തന്നെ. മാധ്യമങ്ങൾ കണ്ട് അത് ഇല്ലാതാക്കരുത്. ചുവടെ ഗൂഗിൾ എർത്ത് ഇമേജറി വെച്ചിട്ട് ഈ ഭാഗത്തെ ചിത്രങ്ങൾ ഇട്ടിട്ടുണ്ട്.